ക്വസ്റ്റ്യൻ വന്നിട്ട് റൈറ്റ് എ പൈത്തൺ പ്രോഗ്രാം ടു സ്റ്റോർ ദ ഡീറ്റെയിൽസ് ഓഫ് എ ബുക്ക് ഇൻ എ ബുക്ക് ഷോപ്പ് യൂസിങ് ഡിക്ഷണറി ആൻഡ് ഓൾ നെസസറി ഫങ്ഷൻസ്. സോ ഞാനാണെങ്കിൽ ഇതിനു വേണ്ടി ഒരു ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്തു, ബുക്ക് എന്ന് പറയുന്നൊരു ഡിക്ഷണറി. ഓക്കെ, അപ്പോൾ ആ ഡിക്ഷണറിക്കകത്ത് ഞാൻ XYZ എന്ന് പറഞ്ഞ ബുക്കുണ്ട്. ആ ബുക്കിൻ്റെ പ്രൈസ് വന്നിട്ട് കൗണ്ട് വന്നിട്ട് 10 കൗണ്ടാണ്, 10 നമ്പറുണ്ട്. എന്നിട്ട് ABC എന്ന് പറഞ്ഞ വേറൊരു ബുക്കുണ്ട്. ആ ബുക്കിൻ്റെ കൗണ്ട് വന്നിട്ട് 35 ആണ്. എന്നിട്ട് വേറൊരു ബുക്കുണ്ട് LMN, അതിൻ്റെ കൗണ്ട് എന്ന് പറയുന്നത് 110 ആണ്. ഓക്കെ, ഇനി നമുക്കെന്ന് പറയുന്നത് ചോയ്സ് ഈസ് ഈക്വൽ ടു 1. ഓക്കെ, ചോയ്സ് ഞാൻ 1 ആക്കി ഇട്ടു. ഓക്കെ, അത് ഞാനൊരു വേരിയബിൾ ഞാനാണെങ്കിൽ 1 ആക്കി വെച്ചു. ഇനി വൈൽ ചോയ്സ് നോട്ട് ഈക്വൽ ടു 4. ഇപ്പം ഞാൻ ഓൾറെഡി ചോയ്സിന് വേരിയബിൾ 1 ആക്കി വെച്ചു. ഇനി ഞാൻ ചോയ്സ് നോട്ട് ഈക്വൽ ടു 4 ആകുമ്പോഴത്തേക്കും നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യമാണ് ഞാൻ ഇടാൻ പോകുന്നത്. ഇവിടെ നോക്കേണ്ട ഒരു കാര്യം, നമുക്ക് ചോയ്സ് 4 ആണെങ്കിൽ പാസ് എന്ന് തന്നെ കൊടുത്തേക്കുവാണ്. അപ്പം ചോയ്സ് 4 അല്ലെങ്കിലുള്ള കാര്യമാണ് നമ്മളിനി ചെയ്യാൻ പോകുന്നത്. ഒന്നുമില്ലെങ്കിൽ നമ്മൾ ചോയ്സ് 1 വെച്ചിട്ട് നമ്മൾ ഇനിഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം വൈൽ ചോയ്സ് നോട്ട് ഈക്വൽ ടു 4 ആണെങ്കിൽ പ്രിൻറ്റ് എൻറ്റർ ദ ചോയ്സ്. നമ്മളൊരു ചോയ്സ് എൻറ്റർ ചെയ്യണം. എന്നിട്ട് ഇവിടെ നമ്മൾ കൊടുത്തേക്കുന്നത് ഫസ്റ്റ് വണ്ണാണ് ആഡ് ടു ദ സ്റ്റോക്കാണ്. ഓക്കെ, രണ്ടാമത്തേന്ന് വെച്ചാൽ സെല്ലാണ്, മൂന്നാമത്തെ ഡിസ്പ്ലേ ആൻഡ് നാലാമത്തത് എക്സിറ്റ്. സോ ആഡ് ടു സ്റ്റോക്ക്, സെൽ, ഡിസ്പ്ലേ, എക്സിറ്റ്. ഓക്കെ, അപ്പം നാലാമത്തെ ചോയ്സ് എല്ലാ സമയത്താണ് ഇതിൽ കയറുന്നത്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ആൾക്കാർക്ക് എൻറ്റർ ചെയ്യാൻ പറ്റുമല്ലേ ചോയ്സ് എന്താണെന്നുള്ളത്. അപ്പം ചോയ്സ് എന്ന് പറഞ്ഞിട്ട് ഞാൻ പറയും ഈക്വൽ ടു ഇൻപുട്ട് എൻറ്റർ യുവർ ചോയ്സ് എന്ന് വേണം നമുക്ക് എൻറ്റർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം നമുക്ക് എന്ത് പറ്റും, നമുക്ക് ഇഫ് ആ സെയിം ഇൻഡൻറ്റേഷനാണ്. ഇഫ് ചോയ്സ് എന്ന് പറയുന്നത് ഈക്വൽ ടു 1 ആണെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മുടെ ബുക്ക് നെയിം എന്ന് പറഞ്ഞാൽ നമ്മൾ അതായത് ആഡ് ചെയ്യണം ബുക്ക് ടു ദ സ്റ്റോക്ക്. ഇപ്പോൾ ബുക്ക് നെയിം നമുക്ക് വേണം. ഇപ്പോൾ ബുക്ക് നെയിം എന്ന് പറയുന്ന വേരിയബിളിൻ്റെ അകത്ത് ഞാൻ ഇൻപുട്ട് എൻറ്റർ യുവർ ബുക്ക് നെയിം, പിന്നെ എന്താണ് കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഇൻപുട്ട് എൻറ്റർ ദ കൗണ്ട്. ഓക്കെ, എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ കീ ആണ് അടുത്തത്, ദാറ്റ് ഈസ് ബുക്ക് ഡോട്ട് കീസ്. അതായത് ഡിക്ഷണറി ഡോട്ട് കീസ് എന്ന് പറയുമ്പോൾ നമുക്ക് കീസ് റിട്ടേൺ ചെയ്യും. ഓക്കെ, അതായത് നമുക്കിപ്പം XYZ ABC LMN, അപ്പം ആ കീസ് റിട്ടേൺ ചെയ്യും. എന്ന് നമ്മൾക്ക് അതിൻ്റെ ഐട്രേറ്റ് ചെയ്ത് നോക്കാം നമ്മുടെ ആ ബുക്ക് ആ കീസിലുണ്ടോ എന്ന്. അപ്പം ഫോർ I in keys. ഓക്കെ, അപ്പം കീ. ഓക്കെ, ഫോർ I in കീ, അതായത് നമ്മുടെ ബുക്ക് ഡോട്ട് കീസിൻ്റെ അകത്ത് നമ്മുടെ ബുക്കുകളുണ്ട്. ഓക്കെ, അതായത് നമ്മുടെ നിലവിലുള്ള XYZ ABC LMN ഉണ്ട്. എന്നിട്ട് ഇപ്പം ABC എന്ന് പറയുന്നതിലേക്ക് ഫസ്റ്റ് I, അപ്പം ഓരോ I എടുക്കുക. എന്നിട്ട് ഇഫ് ബുക്ക് നെയിം ഈക്വൽ ടു I, അതായത് നമ്മളിപ്പോൾ ഇടാൻ പോകുന്ന പുതിയ ബുക്ക് നെയിം നമ്മുടെ അതിൻ്റെ അകത്തുള്ള കീസിൻ്റെ അകത്തുള്ള I ആണെങ്കിൽ നമ്മളെന്താണ്, നമ്മൾ ഇഫ് ബുക്ക് നെയിം ഈക്വൽ ടു I ബുക്ക് ഓഫ് Iയിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, ബുക്ക് ഓഫ് I പ്ലസ് കൗണ്ട്. അതായത് കൗണ്ട് എന്ന് വെച്ചാൽ നമുക്ക് എത്ര നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ ബുക്ക് നെയിം ഈക്വൽ ടു I ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു, ബുക്ക് എന്ന് പറയുന്ന ആ ഡിക്ഷണറിക്കകത്തുള്ള ith എലമെൻറ്റിലേക്ക് ഞാൻ എൻ്റെ കൗണ്ട് ഞാൻ ആഡ് ചെയ്തു. അതായത് ബുക്ക് ഓഫ് ബുക്ക് നെയിം ഈക്വൽ ടു I എന്ന് പറയുമ്പം ഫോർ I in കീ, I എന്ന് പറയുമ്പം ഇപ്പോൾ ഫസ്റ്റ് XYZ ആണ് നമ്മൾ കൊടുത്തെങ്കിൽ 1 ആണ്. അപ്പോൾ ബുക്ക് നെയിം ഈക്വൽ ടു
1, അതായത് നമ്മുടെ ബുക്ക് നെയിം എന്ന് പറയുന്നത് XYZ ഈക്വൽ ടു 1 അല്ല, ഇവിടെ ഇൻ കീ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കീസാണ് കിട്ടുന്നത് അല്ലേ, XYZ ആണ് കിട്ടുന്നത്. അപ്പം നമ്മുടെ ബുക്ക് നെയിം ഈക്വൽ ടു XYZ ആണെങ്കിൽ നമ്മുടെ ബുക്കിൻ്റെ ഐയിലേക്ക്, അതായത് ബുക്കിൻ്റെ XYZലേക്ക് നമ്മൾ കൗണ്ട് നമ്മളിടും. ഓക്കെ, നമുക്കിപ്പോൾ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് ബുക്ക് നെയിം എന്ന് പറഞ്ഞ് കൊടുത്ത് പുതിയ ഒരു ആഡിങ് ഓഫ് ന്യൂ കീ വാല്യൂ പെയറാണ് ബുക്ക് നെയിം ഈക്വൽ ടു കൗണ്ട്. അങ്ങനെ ആഡ് ചെയ്തു. അപ്പം എന്താണ് ചോയ്സ് 1 എന്ന് പറഞ്ഞാൽ ആഡ് ബുക്ക് ടു ദ സ്റ്റോക്ക്. സോ അതിന് വേണ്ടി നമ്മൾ ബുക്ക് നെയിമും നമ്മുടെ കൗണ്ടും നമ്മൾ ഇൻപുട്ട് ചെയ്തു. എന്നിട്ട് ഞാനാണെങ്കിൽ കീ ഈസ് ഈക്വൽ ടു ബുക്ക് ഡോട്ട് കീസ് എന്ന് വെച്ച് എല്ലാ ബുക്കിൻ്റെയും കീസ് നമ്മൾ എടുത്തു. എന്നിട്ട് അത് ഞാൻ നോക്കും ഫോർ ഐ ഇൻ കീസ്, ആ കീസിൻ്റെ അകത്ത് എൻ്റെ നിലവിലുള്ള ബുക്ക് അതായത് എൻ്റെ ബുക്ക് ഡോട്ട് നെയിം ബുക്കിൻ്റെ, അതായത് നമ്മൾ ഡിക്ഷണറിക്കകത്തുള്ളതിൻ്റെ നെയിം എന്ന് പറയുന്നത്, അതായത് ബുക്ക് നെയിം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ആഡ് ചെയ്ത ബുക്ക് നെയിം ഈക്വൽ ടു നമ്മുടെ ആ ലിസ്റ്റിലുള്ളതാണെങ്കിൽ, അങ്ങനെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആ ഡിക്ഷണറി എന്ന് പറഞ്ഞാൽ ആ ബുക്കിൻ്റെ ഐയിലേക്ക് നമ്മുടെ എന്ത് ചെയ്യും, കൗണ്ട് ആഡ് ചെയ്യും, എന്നിട്ട് ബ്രേക്ക് ചെയ്ത് പോകും. അങ്ങനെ അല്ലെങ്കിൽ നമ്മൾ ബുക്ക് നെയിം എന്ന് പറയുന്ന പുതിയൊരു ഇത് എടുത്തിട്ട് അത് ഈക്വൽ ടു കൗണ്ട് കൊടുക്കണം. ഇനി നമുക്ക് സെല്ലാണ് ചെയ്യേണ്ടത്. അപ്പം LF എന്ന് കൊടുത്തിട്ട് ചോയ്സ് ഈക്വൽ ടു 2 ആണ്. ഓക്കെ, അപ്പം എന്നിട്ട് നമ്മളിവിടെയും ബുക്ക് നെയിം എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് ഇനിഷ്യലൈസ് ചെയ്യുന്നത് നമ്മൾ കൊടുക്കേണ്ടത് എൻ്റർ ദ ബുക്ക് ടു ബി സോൾഡ് ആണ്. ഓക്കെ, എന്നിട്ട് നമ്മളിവിടെ കൗണ്ട് കൊടുക്കേണ്ടത് നമ്മൾ എന്തുമാത്രം ബുക്ക് നമ്മൾ സെൽ ചെയ്യുന്നുണ്ട്. സോ ഇൻപുട്ട് എൻ്റർ ദ കൗണ്ട്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ നമുക്ക് ആദ്യം നമുക്കിപ്പോൾ ഉള്ളതിൻ്റെ കൗണ്ട് കണ്ടുപിടിക്കണം. ഓക്കെ, അതായത് ആദ്യം നമുക്ക് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കണം അല്ലേ. ഉണ്ടെങ്കിൽ അത് കൗണ്ട് മൈനസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി നമുക്ക് കീ എന്ന് പറഞ്ഞിട്ട് ബുക്ക് ഡോട്ട് കീസ് എന്ന് പറഞ്ഞ് കീസ് എടുക്കുക. എന്നിട്ട് ഫോർ ഐ ഇൻ കീ, എന്നിട്ട് കീൻ്റെ അകത്ത് ഉണ്ടോ നോക്കുക. എന്നിട്ട് ഇഫ് ബുക്ക് നെയിം ഈക്വൽ ടു അതായത് നമ്മുടെ ബുക്ക് നെയിം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, എന്നിട്ട് ഈക്വൽ ടു ആയി, അതായത് നമ്മുടെ ബുക്കുണ്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, പിന്നെ നമ്മൾ നോക്കണം നമുക്ക് ഉള്ള കൗണ്ട് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ എന്താണ്, നമുക്ക് വേണ്ടിയ കൗണ്ട് എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ എന്തായിരിക്കണം, ബുക്ക് ഓഫ് ഐ ആയിരിക്കണം അല്ലേ. ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബുക്ക് ഓഫ് ഐ. ബുക്ക് ഓഫ് ഐ എന്ന് പറയുമ്പം ബുക്ക് ഓഫ് XYZ എന്ന് പറയുമ്പം അതിൻ്റെ വാല്യൂ ആണ് കിട്ടുന്നത്. അപ്പോൾ കൗണ്ട് എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബുക്ക് ഓഫ് ഐ ആണെങ്കിൽ നമ്മുടെ ബുക്ക് ഓഫ് ഐ ഈക്വൽ ടു ബുക്ക് ഓഫ് ഐ മൈനസ് കൗണ്ട് ബ്രേക്ക്. ഓക്കെ, അങ്ങനെയല്ല, നമുക്ക് ബുക്ക് കൗണ്ട് കുറവാണെങ്കിൽ നമ്മൾ പ്രിൻ്റ് ഇൻഎഫിഷ്യൻറ്റ് നമ്പർ ഓഫ് ബുക്സ് എന്നിട്ട് ബ്രേക്ക് കൊടുക്കുക. ഇനി നമ്മുടെ ബുക്ക് അതിൻ്റെ അകത്തേ ഇല്ല എന്നാൽ പിന്നെ എൽസ് പ്രിൻറ്റ് നോ ബുക്ക് എക്സിസ്റ്റ്. ഇവിടെ എന്തൊക്കെയാണ് ചെയ്തത്, ചോയ്സ് 2. അപ്പോൾ ഇവിടെ നമ്മൾ എത്ര ബുക്ക് സോൾവ് ചെയ്യാൻ ഏത് ബുക്കാണ് സോൾവ് ചെയ്യാൻ അതിൻ്റെ പേര് ആൻഡ് എത്ര നമ്പർ ഓഫ് കൗണ്ട്. ഓക്കെ, എന്നിട്ട് നമ്മൾ ആദ്യം നമ്മുടെ കീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലിസ്റ്റ് എടുത്തു ബുക്കിൻ്റെ. എന്നിട്ട് നമ്മൾ നോക്കി എന്ത് നോക്കി, നമ്മുടെ ആ ലിസ്റ്റിൻ്റെ അകത്ത് നമ്മുടെ ഇപ്പോഴത്തെ ബുക്ക് നെയിം ഉണ്ടോ നോക്കി. ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് അതിൻ്റെ കൗണ്ട് എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ ബുക്ക് ഓഫ് ഐ ആണെങ്കിൽ, ബുക്ക് ഓഫ് ഐ എന്ന് പറയുമ്പോൾ അതിൻ്റെ കൗണ്ട് ആയിരിക്കും വരുന്നത്. അതിൻ്റെ കൗണ്ട് എന്ന് വെച്ചാൽ ഉള്ള ബുക്കിൻ്റെ കൗണ്ടിനെക്കാൾ കുറവാണെങ്കിൽ നമുക്കത് പറ്റത്തില്ല. അപ്പം ബുക്കിൻ്റെ കൗണ്ട് എന്ന് പറയുന്നത് നമുക്ക് വേണ്ടിയ കൗണ്ടിൻ്റെ കാട്ടിലും കൂടുതലായിരിക്കണം അല്ലേ.
ഓക്കെ, അപ്പം ബുക്കിൻ്റെ കൗണ്ട് കൂടെ ആകുമ്പോഴത്തേക്കും നമുക്ക് അത് മൈനസ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇൻസഫിഷ്യൻറ്റ് നമ്പർ ഓഫ് ബുക്സ് എടുക്കാം. അതല്ല നമ്മുടെ കീസിനകത്ത് ഇല്ലെങ്കിൽ നോ ബുക്ക് എക്സിസ്റ്റ് എന്നാണ് കൊടുക്കാം. ഇനി അടുത്തെന്ന് വെച്ചാൽ ഡിസ്പ്ലേ എന്ന് പറഞ്ഞിട്ട് ദ സ്റ്റോക്ക് ഇസ് പ്രിൻറ്റ് ബുക്ക്, അതായത് നമ്മുടെ ഡിക്ഷണറി അങ്ങ് പ്രിൻ്റ് ചെയ്യുക, പ്രിൻറ്റ് ഡിക്ഷണറി, പ്രിൻറ്റ് ബുക്ക്. അല്ലെങ്കിൽ നമുക്ക് ചോയ്സ് ഫോർ പാസ്, എൽസ് പ്രിൻറ്റ് റോങ് ചോയ്സ്. ഓക്കെ.